കാണാവോ സ്ക്രീന്? ലാസ്റ്റ് ക്ലാസ്സിൽ മൊഡ്യൂൾ 5 തുടങ്ങിയായിരുന്നു. മൊഡ്യൂൾ 5 നമ്മൾ മാക്രോ പ്രൊസസ്സർ എന്താണെന്നാണ് പറഞ്ഞത്. മാക്രോ പ്രൊസസ്സറിന് നമ്മൾ ഡെഫിനിഷൻ പറയുന്നത് മാക്രോയുടെ നെയിം, മാക്രോ എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്യുന്നു. ഇനി അതിലെന്തെങ്കിലും പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്, കോമ ആയിട്ട് പാരാമീറ്റേഴ്സ് മെൻഷൻ ചെയ്യുന്നു. പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ ആംപർസൻഡ് പാരാമീറ്റർ നെയിം എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇത് മാക്രോ എന്ന് പറയുന്ന കീവേഡിന്റെ അകത്താണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. എൻഡ് വെച്ച് നമ്മൾ എൻഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് മാക്രോ ഡെഫിനിഷൻസ്. നെയിം, മാക്രോ എന്നുള്ള കീവേഡ്, പാരാമീറ്റേഴ്സ്, ബോഡി, എൻഡ് ചെയ്യുന്നത് എൻഡ്. അങ്ങനെ രണ്ട് നമ്മൾ മാക്രോയും എൻഡെന്നും പറയുന്നത് അസംബ്ലർ ഡയറക്ടീവ്സ് ആണ്. മാക്രോ എന്നുള്ള ബിഗിനിങ് ഓഫ് ദി മാക്രോ ഡെഫിനിഷൻ and end is the end of the macro definition. ഇനി ഇതാണ് മാക്രോ കോൾ എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ മാക്രോ നെയിം പറയുന്നു, പാരാമീറ്റേഴ്സ് എന്തെങ്കിലും പാസ് ഉണ്ടെങ്കിൽ നമ്മൾ ആർഗ്യുമെന്റ്സ് ഇവിടെ പാസ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനൊരു ഇതിനെ നമ്മൾ മാക്രോ കോൾ എന്ന് പറയും. മാക്രോ കോൾ കണ്ടാൽ it will be replaced with the statements inside the between macro and mn. അപ്പൊ മാക്രോയും mnന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് STA ആംപർസൻഡ് D1 ആണ്. അപ്പൊ ഈ ആംപർസൻഡ് D1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമീറ്റർ ഈ ഒരു മാക്രോ കോളിലാണെങ്കിൽ data1 ആണ്. അപ്പൊ STA data1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് STB, അവിടെ ആംപർസൻഡ് D2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്, രണ്ടാമത്തെ പാരാമീറ്റർ. ഈ രണ്ടാമത്തെ പാരാമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമീറ്റർ data2 ആണ്. STB data2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുന്ന വിധം മനസ്സിലായല്ലോ അല്ലേ? ഹലോ, എങ്ങനെയുണ്ട് കണ്ണ സുരേഷിന്? എന്നാലും ഞാന് കുറച്ചൊക്കെ അറ്റൻഡ് ചെയ്തു ക്ലാസ്. ഇന്നലെ ഫ്ലാറ്റിന്റെ ക്ലാസ്സിലേക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്തു. എന്നാലും പാടാ, കാരണം ഒരു ക്ലാസ് കഴിയുമ്പോൾ പെയിൻ ആയിരിക്കും. പിന്നെ രാത്രി കിടന്നുറങ്ങി കഴിയുമ്പോൾ കുഴപ്പമില്ല. ചില സമയത്ത് കിടന്നുറങ്ങാൻ പറ്റത്തില്ല, കാരണം പെയിൻ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ഓക്കെ, അതാണ്. ഇനിയിപ്പോ എക്സാം അടുത്തൊക്കെ വരുന്ന സമയത്തൊക്കെ പിന്നെ ഒരുപാട് സ്ട്രെയിൻ പിന്നെ നോട്ട് വായിക്കാൻ പറ്റത്തില്ല. ഇതാണ് മാക്രോ. നമ്മൾ കഴിഞ്ഞ ദിവസം മാക്രോ പ്രോസസറിന്റെ അൽഗോരിതം പഠിച്ചായിരുന്നു. അതില് 3 ഡേറ്റ നമ്മൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നു പറഞ്ഞായിരുന്നു. നാം ടാബിന്റെ അകത്ത് നമ്മൾ മാക്രോ നെയിം പറയുന്നു. അതിൻ്റെ അകത്ത് ഇറ്റ് വിൽ ബി പോയിന്റിങ്, അവിടെ 2 പോയിന്റേഴ്സ് ഉണ്ട്. ഡിഫൈൻ ടാബിന്റെ അകത്ത് നമ്മൾ ഈ മാക്രോ ഡെഫിനിഷൻ സ്റ്റോർ ചെയ്യുന്നു. ഇനി ആർഗ്യുമെന്റ്സ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ആർഗ്യുമെന്റ് ടാബില്. കണ്ടോ, കാണാവോ? ഫിഗർ കാണാവോ എല്ലാവർക്കും? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഞാനൊന്ന് റിഫ്രഷ് ചെയ്തേ ഉള്ളൂ. അപ്പം ഈ അൽഗോരിതം ഞാൻ ഇനി പറയേണ്ട കാര്യമുണ്ടോ? ഒന്ന് മനസ്സിലായതാണോ അല്ലയോ എന്നാണ് എനിക്കറിയില്ല. വായിച്ചു നോക്കിയായിരുന്നോ? ഇല്ല ഇല്ല, ഇട്ടിട്ടില്ല. ഞാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. മറ്റേ 4 മോഡ്യൂളിന്റെ നോട്ട് കിട്ടിയല്ലോ. തുടങ്ങിയേ ഉള്ളൂ കഴിഞ്ഞ ദിവസം. അൽഗോരിതം ഇനി നമ്മൾ പഠിക്കാൻ
പോകുന്നത് മെഷീൻ ഇൻഡിപെൻഡന്റ് മാക്രോ പ്രൊസസർ ഫീച്ചേഴ്സ്. അതിന് 4 പോയിന്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ, കോൺകാറ്റനേഷൻ ഓഫ് മാക്രോ പാരാമീറ്റേഴ്സ് എന്ന് പറയും. നമ്മൾ മാക്രോ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പം നമ്മൾ മാക്രോയ്ക്ക് നമ്മുടെ പാരാമീറ്റേഴ്സ് മെൻഷൻ ചെയ്യുന്ന എവിടാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എവിടാ? ഇതാണ് നമ്മുടെ പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ. ആംബ്രസെന്റ് D1 ആംബ്രസെന്റ് D2. അപ്പൊ ഈ ആംബ്രസെന്റ് എന്നുള്ള സിമ്പിൾ കഴിഞ്ഞ് നമ്മൾ പാരാമീറ്റർ നെയിം മെൻഷൻ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് മാക്രോ എന്ന് പറയുന്ന കീവേഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാരാമീറ്റേഴ്സ് മെൻഷൻ ചെയ്യുന്നത്. മാക്രോ കോളിൽ നമ്മൾ പാസ് ചെയ്യുന്ന ഈ ഡേറ്റ 1ഉം ഡേറ്റ 2നെ നമ്മൾ ആർഗ്യുമെന്റ്സ് എന്നാണ് പറയുക. ഇവിടെ ഈ പാരാമീറ്റേഴ്സിൽ പാസ് ചെയ്യുമ്പം അവിടെ എന്താ പ്രത്യേകത വരുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് കോൺകാറ്റനേഷൻ ഓഫ് മാക്രോ പാരാമീറ്റേഴ്സിൽ ഇപ്പം നമ്മൾ ചിലപ്പം ഈ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതുപോലെ കുറെ സീരീസ് ഓഫ് സിമ്പിൾസ് ആയിട്ടായിരിക്കും പറയുന്നത്. ഇവിടെ ഇവിടെ ആകെ A എന്നുള്ള സ്ട്രിങ് A1 A2 A3 എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് സിമ്പിൾസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഈ വേറെ സെറ്റ് ഓഫ് വേരിയബിൾസ് വേണേ ആകാം. പിന്നത്തെ നമ്മൾ പാരാമീറ്റേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് XB1 XB2 XB3 എന്നൊക്കെ പാരാമീറ്റേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മള് ഈ പാരാമീറ്റേഴ്സ് നമ്മൾ ആകെ ചേഞ്ച് വരുന്നത് LDA 1 2 ഉണ്ട്. ID1 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ പാരാമീറ്ററിനെ നമ്മൾ ആംബ്രസെന്റ് ID എന്ന് കൊടുക്കുമ്പോൾ ടോട്ടൽ മാക്രോ ഇവിടെ LDAയുടെ അവിടെ ആംബ്രസെന്റ് ID1, അപ്പൊ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ XA1 XA2 STA XA3 ഇതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാൻ വേണ്ടി നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന സ്ഥാനത്ത് എത്ര എണ്ണം വരുന്നോ, അതായത് ഇപ്പൊ XA1 XA2 XA3 ആകെ ഈ 1 2 3 എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി XA എന്നുള്ളത് കോമൺ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സീരീസ് ഓഫ് പാരാമീറ്റേഴ്സ് നമുക്ക് ഡെഫിനിഷന്റെ അകത്ത് ഈ പറയുന്ന ഡെഫിനിഷന്റെ അകത്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നെന്ന് വെച്ചാൽ ഈ ആംബ്രസെന്റ് ID കഴിഞ്ഞ് ഡെഫിനിഷന്റെ അകത്ത് ആരോ 1 ആരോ 2 എന്ന് കൊടുക്കും. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പം നമ്മള് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പം ഇപ്പൊ സം A എന്ന് കൊടുത്താൽ ആംബ്രസെന്റ് IDയുടെ സ്ഥാനത്ത് അവിടെ A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി ആംബ്രസെന്റ് ID XA1 XA2 XA3 അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇങ്ങനെ നമുക്കൊരു സീരീസ് ഓഫ് പാരാമീറ്റേഴ്സ് കോൺകാറ്റനേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് ഈ പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഹലോ, അതായത് പാരാമീറ്റേഴ്സ് എവിടെ പറയുന്നതെന്ന് അറിയാലോ? ആംബ്രസെന്റ് ID. ഈ ആംബ്രസെന്റ് IDയുടെ സ്ഥാനത്ത് നമുക്ക് പാരാമീറ്റേഴ്സ് ആയിട്ട് പറയേണ്ടത് ഇതുപോലുള്ള സീരീസ് ഓഫ് പാരാമീറ്റേഴ്സ് പറയണമെന്ന് വിചാരിക്കും. അപ്പൊ ഇവിടെ എന്താ റിപ്പീറ്റ് ചെയ്യുന്നത്? 1 2 3 എന്നുള്ളതല്ലേ ചേഞ്ച് വരുന്നുള്ളൂ. ബാക്കി XA എന്ന് പറയുന്നത് സെയിം അല്ലേ? അപ്പം ഈ പറയുന്നത് അപ്പൊ നമുക്ക് ഈ പറയുന്നത് ഒറ്റ ഇതായിട്ട് നമ്മൾ പറയുന്നു. ആംബ്രസെന്റ് ID എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് XA1 XA2 എന്ന് പറയുന്നിടത്ത് ആംബ്രസെന്റ് ID ആരോ 1 എന്ന് നമ്മൾ ഡെഫിനിഷന്റെ അകത്ത് എഴുതി കൊടുക്കും. എന്നിട്ട് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഇവിടെ വിളിച്ചു സം A. നമ്മൾ മാക്രോ കോൾ എങ്ങനെയാ വിളിക്കുക? ഈ ഒരു ഫംഗ്ഷന്റെ കേസിലാണ്, ഈ മാക്രോയുടെ കേസിലാണെങ്കിൽ ഇങ്ങനെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമ്മൾ വിളിക്കും സം A എന്ന് പറയാണ്. IDയുടെ സ്ഥാനത്ത് A അല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. അപ്പൊ ഇവിടെ അപ്പൊ എന്ത് വരും? XA1 LDA XA1
ID1ന്റെ ഈ ID-യുടെ സ്ഥാനത്ത് A വരുന്നു, 1 കൂടി ചേർക്കുന്നു. ഇപ്പൊ XA1. ഇവിടെയോ XA2, XA3. ഇങ്ങനെ കോൺകാറ്റനേറ്റ് ചെയ്ത് വിടുന്നതിന് ഇതാണ് കോൺകാറ്റനേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? കണ്ടോ, സം ബീറ്റ വിളിച്ചത് കണ്ടോ. അപ്പൊ XBeta1 ആഡ് XBeta2, അങ്ങനെ ഒരു സീരീസ് ഓഫ് പാരാമീറ്റേഴ്സ് മെൻഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെ കൊടുത്താൽ മതി എന്ന് പറയാം കേട്ടോ. ഈ ആരോ ചേർത്ത് 1 2 ഏതൊക്കെയാണോ സീരീസ് ഓഫ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത് അത് അവിടെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. എക്സ് എല്ലാം കോൺസ്റ്റന്റാ. ഈ ആംപർസെന്റ് ഐഡി ആയിരിക്കും ചേഞ്ച് ചെയ്യുക അല്ലേ. ഇവിടെ നോക്കിയേ, XB ഇതല്ലേ ചേഞ്ച് ചെയ്യുന്നേ. XB2, XB3 അത് മാറാം. അങ്ങനെ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് കോൺകാറ്റനേഷൻ ഓഫ് യൂണിക് ലേബൽ. ഇനി അടുത്തത് നമ്മൾ അടുത്ത ഫീച്ചർ കാണാൻ പോകുന്ന ജനറേഷൻ ഓഫ് യൂണിക് ലേബൽസ്. നമുക്ക് ഒരു നമ്മള് മാക്രോസ് ബോഡിയിൽ ഒരിക്കലും ലേബൽസ് യൂസ് ചെയ്യല. ലേബൽ എന്താന്ന് അറിയത്തില്ലേ? ഹലോ, ലേബൽ എവിടാ വരുന്നേ? നമ്മുടെ ലെഫ്റ്റ് സൈഡിലല്ലേ നമ്മുടെ ഇൻസ്ട്രക്ഷൻ സ്ട്രക്ചർ. എങ്ങനെ ലേബല്, ഓപ്കോഡ്, ഓപ്പറന്റ്. അപ്പൊ നമ്മള് ഈ മാക്രോ നെയിം പലയിടത്ത് കോൾ ചെയ്യുകയാണെങ്കിൽ ഈ ലേബൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ്സ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ലേബൽ ഡ്യൂപ്ലിക്കേറ്റ്സ് വരത്തില്ലേ? അപ്പൊ അത് ഡ്യൂപ്ലിക്കേറ്റ്സ് വരുമ്പോ അതൊരു പ്രശ്നമല്ലേ? അതൊരു പ്രോബ്ലം ആയതുകൊണ്ട് നമുക്ക് ലേബൽ ഒരിക്കലും ബോഡി ഓഫ് ദി മാക്രോയിൽ യൂസ് ചെയ്യില്ല. അപ്പം ഈ ഒരു പ്രോബ്ലം പക്ഷെ ചില കേസിൽ നമുക്ക് ഈ ലേബൽസ് ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കേസിൽ നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ലേബൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഐഡിയ ആണ് ഞാൻ ഈ പറയാൻ പോണത്. അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഡെഫിനിഷന്റെ അകത്ത് നമ്മൾ അങ്ങനെയുള്ള ലേബൽ യൂസ് ചെയ്യുന്നെങ്കിൽ ഈ ആംപർസൻഡ് ഡോളർ എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യും. എന്നിട്ട് 2 ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യും. 2 ക്യാരക്ടർ ആൽഫ ന്യൂമറിക്. അപ്പം ഇനീഷ്യലി അത് എന്നായിരിക്കും അസൈൻ ചെയ്യുക. ഒന്നും കൂടി ഈ മാക്രോ കോൾ വരുമ്പോൾ ആ ലേബലിന്റെ സ്ഥാനത്ത് പിന്നത്തെ മാക്രോ എക്സ്പാൻഷനിൽ ഈ $XSന്റെ സ്ഥാനത്ത് $AB അസൈൻ ചെയ്യും. ഇന്നത്തെ മാക്രോ എക്സ്പാൻഷനിൽ AC അസൈൻ ചെയ്യും. അതാണ് ഇവിടെ കാണിക്കാതെ. ഇവിടെ ഒരു മാക്രോ കണ്ടോ, ഡെഫിനിഷൻ കണ്ടോ, ലേബിൾ യൂസ് ചെയ്തിരിക്കുന്ന കണ്ടോ? അപ്പൊ ഇവിടെ ആ ലേബലിന്റെ അവിടെ ഡോളർ എന്ന് പറയുന്ന സിമ്പിൾ കണ്ടോ? ഈ ഡോളർ എന്ന് പറയുന്ന സിമ്പിളിനെ എന്നാ വെച്ച് റീപ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞ XX എന്നും പറഞ്ഞ് റീപ്ലേസ് ചെയ്യും. അത് കണ്ടോണേ. ഇത് കോൾ ചെയ്യുമ്പോ എന്താ നടക്കുന്നത് നോക്കാം. MND ആണ് മാക്രോ ഡെഫിനിഷൻ. മാക്രോ കോൾ വരികയാണെ. ഫസ്റ്റ് ടൈം മാക്രോ കോൾ വന്നു. അപ്പം നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടോ, ഡോളർ എന്ന് പറയുന്ന സിമ്പിൾ എന്തായി? $AA. ഇനി ഒന്നും കൂടി ഇത് ഇൻവോക്ക് ചെയ്തു. അപ്പം അവിടെ എന്ത് വരും? $AB വരും. മനസ്സിലായോ? റീനെയിം പോലെ. അപ്പൊ ആദ്യത്തെ കോളിന് നമ്മള് ഡോളറിന്റെ അവിടെ എന്ത് വരും? ഡെഫിനിഷന്റെ അകത്ത് ഡോളർ ലൂപ്പ് എന്നായിരിക്കും മാക്രോ ഡെഫിനിഷന്റെ അകത്ത്. അപ്പം ഈ ഡോളർ എന്ന് പറയുന്ന സിമ്പിൾ ആണ് റീപ്ലേസ് ആവുന്നത് എന്ത് വെച്ച്? AA എന്നും പറഞ്ഞു. കണ്ടോ? $AA. അടുത്ത കോളിൽ എന്നാ വരും? AB. ഇന്നത്തെ കോളിന് AC. ഇതാണ്
യൂണീക്ക് ലേബിൾസ് ഇങ്ങനെ ആയിരിക്കും ജനറേറ്റ് ചെയ്യുക. ക്ലിയർ ആയോ? എക്സ്പാൻഡ് ചെയ്യുമ്പോഴല്ലേ പക്ഷെ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴേ വരുന്നത്. ഡെഫിനിഷന്റെ അകത്ത് വെറും ഡോളറിനേ ഉള്ളൂ, ഡോളർ ലേബൽ. നമ്മൾ ഈ ഡോളർ എന്നുള്ള ലേബലിന് നമുക്ക് ഇങ്ങനെ ആയിരിക്കും, ഡോളർ ലേബൽ നെയിം ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. എന്നിട്ട് ഡോളർ സിമ്പിൾ ആണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്, 2 ക്യാരക്ടർ വെച്ച് കേട്ടോ. അപ്പൊ ഇനിയത്തെ AC കഴിഞ്ഞാൽ AD AE, അതൊരു കൗണ്ടർ പോലെ ആക്ട് ചെയ്യും, ആൽഫ ന്യൂമറിക് കൗണ്ടർ. അപ്പൊ അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മാക്സിമം ഇത്രയും എക്സ്പാൻഷൻസ് പോസിബിൾ ആയിരിക്കും ഒരു സിംഗിൾ പ്രോഗ്രാമിൽ. ഡിഫറൻഷിയേറ്റ് ചെയ്യല്ലേ ലേബലിനെ. ഇപ്പൊ യൂണിക് ആയിട്ടുള്ള ലേബിൾ ജനറേറ്റ് ചെയ്യാൻ മാക്സിമം ഇത്രയും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ 2 ക്യാരക്ടർ വെച്ചല്ലേ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത്രയും പോസിബിൾ ആയിരിക്കും ഒരു സിംഗിൾ പ്രോഗ്രാമിൽ മാക്രോ എക്സ്പാൻഷൻസ് യൂണീക്ക് ആയിട്ട് ലേബിൾസ് ജനറേറ്റ് ആവും. ഇനി അടുത്ത മെഷീൻ ഇൻഡിപെൻഡന്റ് ഫീച്ചർ ആണ് നമ്മൾ പറയാൻ പോകുന്നത് കണ്ടീഷണൽ മാക്രോ എക്സ്പാൻഷൻ. കണ്ടീഷണൽ മാക്രോ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ മാക്രോയ്ക്കകത്ത് ഇഫ് കണ്ടീഷൻസ് യൂസ് ചെയ്യാം. ഡെഫിനിഷന്റെ അകത്ത് ഇഫ് സ്റ്റേറ്റ്മെന്റ് വരാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മള് മാക്രോ ഇവിടെ ഒരു പാരാമീറ്റർ പാസ് ചെയ്യുന്നത് ഇവിടാണ്. അപ്പൊ ആ പാരാമീറ്റർ ഇഫ് കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യാണ്. അപ്പൊ നോട്ട് ഈക്വൽ നമ്മൾ ഈ സിമ്പിൾ യൂസ് ചെയ്യല്, അതിന് പകരം ഓപ്പറേറ്ററിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ലേബലുകളായിരിക്കും യൂസ് ചെയ്യുക. NE എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ, ഈക്വൽ ആണ് EQ എന്ന് പറയുന്ന ഓപ്പറേറ്ററിന് പകരം കേട്ടോ. ലെസ് ദാൻ എന്ന് പറയുന്ന സിമ്പിളിന് പകരം LE എന്ന് പറയുന്ന യൂസ് ചെയ്യും. GTക്ക് ഗ്രേറ്റർ ദാൻ GT. ഇഫ് കണ്ടീഷന്റെ അകത്ത് നമ്മൾ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യില്ലേ, കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ, അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സിമ്പിൾസ് ആയിരിക്കും. കണ്ടോ? നമ്മള് പാരാമീറ്റേഴ്സ് എന്തെങ്കിലും നമ്മള് മാക്രോ കീവേഡ് കഴിഞ്ഞ് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും ഡെഫിനിഷന്റെ അകത്ത്. അപ്പൊ ഇഫ് ആ കണ്ടീഷൻ നോട്ട് ഈക്വൽ ടു empty സിമ്പിൾ ആണെങ്കിൽ ഈ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുക, എൽസ് പാർട്ട് 2. അപ്പൊ എൻഡ് കണ്ടോ? അങ്ങനെ നമ്മളത് എൻഡ് ചെയ്യുന്നു, എൻഡ് എം എന്നും പറഞ്ഞു. അത് യൂസ് ചെയ്തുള്ള ഒരു കേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ മാക്രോ ഇഫ് നമ്മള് ഈ ഒരു സിമ്പല് ചെക്ക് ചെയ്യാണ്. ഇനി നമ്മള് എന്തായാലും വാല്യൂസ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പലാണ് സെറ്റ്. അപ്പം ഈ നമ്മള് വാല്യൂസ് ചില സിമ്പിൾസ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള വേരിയബിൾസിനെ നമ്മൾ മാക്രോ ടൈം വേരിയബിൾസ് എന്ന് പറയും. മാക്രോ ടൈം വേരിയബിൾസ് എപ്പോഴും ആ സിമ്പിൾസ് സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് വരുന്ന സിമ്പിള് വെച്ചായിരിക്കും. Any symbol that begins with a and symbol ആണ് അതിനെ മാക്രോ ടൈം വേരിയബിൾ എന്ന് വിളിക്കും. അതുപോലെ അത് മാക്രോ ഇൻസ്ട്രക്ഷനിലെ പാരാമീറ്റർ ആയിരിക്കില്ല, മാക്രോ ഇൻസ്ട്രക്ഷനിലെ പാരാമീറ്റർ ആയിട്ട് വരത്തില്ല കേട്ടോ. ഇവിടെ ഒരെണ്ണം കണ്ടോ, ആംപർസൻഡ് എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്തിരിക്കുന്ന കണ്ടോ. ഇതിനെ നമ്മള് മാക്രോ ടൈം വേരിയബിൾ എന്ന് പറയും. അതിന്റെ വാല്യൂ 1 എന്ന് അസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സെറ്റ് സിമ്പിൾ കണ്ടോ. ഇനി ഇഫ് നമ്മൾ എന്തായാലും ഇനി ഇവിടെ ഇഫ് എൽസ് ആണ്. അപ്പൊ ഇഫ് നമ്മൾ യൂസ് ചെയ്ത എൻഡ് ഇഫ്. ഇവിടെ ജസ്റ്റ് ഇഫ് കണ്ടീഷൻ നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പം
വേറെ എൽസ് പാർട്ട് ഒന്നും ഇല്ലെങ്കിൽ ഇഫിന്റെ ആ സ്റ്റേറ്റ്മെന്റ് എൻഡ് എന്ന് പറയാൻ എൻഡ് ഇഫ് കൊടുക്കണം. കണ്ടോ? ഇനി ഇഫ് എൽസിന്റെ കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇഫ് കണ്ടീഷൻ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട്, എൽസ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു, എൻഡ് ഇഫ്. കണ്ടോ? ഇഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാന്നുള്ള കാണിച്ചെന്നേ ഉള്ളൂ. ഇവിടെ ഈ മാക്രോ ഡെഫിനിഷന്റെ അകത്ത് വരാം എന്നുള്ളതാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഇനി മാക്രോ ടൈം വേരിയബിൾസ് ഉണ്ട്. അങ്ങനെയുള്ള വേരിയബിളിന്റെ സിമ്പിൾ എപ്പോഴും തുടക്കത്തില് ആംപർസെന്റ് ആയിരിക്കും. ഇതെന്താ? യൂണിക് ലേബിൾസ് ജനറേറ്റ് ചെയ്യാൻ ലേബിള് നമ്മൾ ഡോളർ സിമ്പിൾ യൂസ് ചെയ്തിരിക്കും. ജസ്റ്റ് അത്ര അറിഞ്ഞാൽ മതി, കൂടുതലൊന്നും കേട്ടോ. ഇങ്ങനെയുള്ള മാക്രോ വേരിയബിൾസ് നമ്മൾ എപ്പോഴും ഇനീഷ്യലി അത് 0 എന്നായിരിക്കും. പിന്നെ നമുക്ക് അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിലാണ് സെറ്റ് എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഡിഫോൾട്ട് വാല്യൂ 0, ഇനീഷ്യൽ വാല്യൂ 0 ആണ്. ഡിഫോൾട്ട് എന്നല്ല, ഇനീഷ്യൽ വാല്യൂ എന്ന് പറയാം. ഇവിടെ നമുക്ക് പാരാമീറ്റേഴ്സ് കണ്ടോ? 1 2 3 4 5 5 പാരാമീറ്റേഴ്സ് അല്ലേ ഈ ഒരു മാക്രോയില്? ഈ 5 പാരാമീറ്റേഴ്സില് ഓർഡർ കണ്ടോണേ, 1 2 3. ഈ 4ാമത്തെ പാരാമീറ്റർ ആണ് എന്ത്? മാക്രോ ടൈം വേരിയബിൾ. ഈ ഒരു എക്സാമ്പിളില് ആണല്ലോ. അല്ലല്ല, അത് വേറെ വേരിയബിൾ യൂസ് ചെയ്യുന്നു. അപ്പൊ അത് ഈ പറയുന്ന മാക്രോ ടൈം വേരിയബിൾ ഒരിക്കലും ഇതിന്റെ അകത്ത് പാരാമീറ്റർ ആയിട്ട് വരത്തില്ല എന്ന് പറയാനാ കേട്ടോ. ഒരിക്കലും മാക്രോയുടെ ഡെഫിനിഷന്റെ അകത്ത് പാരാമീറ്ററിന്റെ അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യില്ല ഈ മാക്രോ ടൈം. അതാണ് നോട്ട് എ മാക്രോ ഇൻസ്ട്രക്ഷൻ പാരാമീറ്റർ. സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രമല്ല, ഇത് നമുക്ക് ഒരു സിമ്പിൾ ആണ്. നമ്മളത് ആംപർസെന്റ് എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യുന്നു. പക്ഷെ അതൊരു പാരാമീറ്റർ ആയിട്ട് ഒരിക്കലും നമ്മൾ ഇവിടെ പറയത്തില്ല. നമ്മൾ പാരാമീറ്റേഴ്സ് ആണെങ്കിലും ഇവിടെ പറയുന്നുണ്ടല്ലോ, ഇല്ലേ? ആ പാരാമീറ്റേഴ്സിനെല്ലാം ആണേലും ആംപർസെന്റ് സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ അതെല്ലാം നമ്മുടെ ഈ ഇൻസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന സിമ്പിള് ഒരിക്കലും ഇവിടെ പാരാമീറ്റർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷെ ആംപർസെന്റ് എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് പാരാമീറ്റർ ആയിട്ട് പറയാതിരിക്കുമ്പോ അങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. മാക്രോ ടൈം വേരിയബിൾ ഏതാന്ന് ഈ പാരാമീറ്ററുമായിട്ട് തമ്മിൽ കമ്പയർ ചെയ്യുമ്പം എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞത്. ഇതിന് മാത്രമാണ് ഈ ടൈപ്പ് വേരിയബിൾസിന് വാല്യൂസ് സെറ്റ് ചെയ്യാനായിട്ടാണ് സെറ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. ഈ പറയുന്ന ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ വർക്കിംഗ് ഒക്കെ അറിയാലോ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാം. അതിന്റെ വർക്കിംഗ് ഒക്കെയാണ് ഇവിടെ പറയുന്നത്. ഈ സാമ്പിൾ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഈ പറയുന്ന സിമ്പിൾസ് എല്ലാം മാക്രോ പ്രോസസ്സർ സിമ്പിൾ ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യും. അതിൻ്റെ അകത്താണ് ഈ മാക്രോ ടൈം വേരിയബിൾസ് എല്ലാം സ്റ്റോർ ചെയ്യുക കേട്ടോ.
ആർഗ്യുമെന്റ്സ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേറെ ആർഗ്യുമെന്റ് ടാബ് ഉണ്ട്. വേറൊന്നാണ്, നമുക്ക് ചില സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമ്മള് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുമല്ലോ. നമ്മള് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ സാധാരണ വൈല്, ഡു വൈല്, ഫോർ ലൂപ്പ് ഒക്കെ യൂസ് ചെയ്തില്ലേ? അതുപോലെ നമുക്കിവിടെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് പോസിബിൾ ആണ് മാക്രോ ഡെഫിനിഷന്റെ അകത്ത്. അതിനു വേണ്ടി നമ്മൾ വൈൽ NW എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുക. വൈലിന്റെ അകത്ത് നമ്മൾ ഇവിടെ കണ്ടോ വൈൽ കണ്ടീഷൻ, അങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നു. നമ്മൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ എൻ്റർ ചെയ്യുന്നു. ഇനി നമ്മൾ വാല്യൂ, കൗണ്ടറിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ കൗണ്ടറിനെ നമ്മൾ മാക്രോ ടൈം വേരിയബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നു. കണ്ടോ? എന്നിട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഈ വൈലിന്റെ എൻഡ് അറിയാൻ വേണ്ടി NW യൂസ് ചെയ്യും. കേർലി ബ്രേസ് നമ്മളെപ്പോഴും വൈൽ കണ്ടീഷൻ അത് കഴിഞ്ഞ് കേർലി ബ്രേസസിന്റെ അകത്തല്ലേ ലൂപ്പ് ബോഡി എഴുതുക. അതിന് പകരം നമ്മള് വൈൽ ബ്രാക്കറ്റിന്റെ അകത്ത് കണ്ടീഷൻ ഒക്കെ യൂസ് ചെയ്യുന്നു. ഇപ്പൊ ലെസർ ആണ്, ആൻഡ് ലെസ് ദാൻ എന്നുള്ള കണ്ടീഷൻ ഒക്കെ ഈ ഒരു സിമ്പിൾ ആയിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ നമ്മൾ മാക്രോ ടൈം വേരിയബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്, അതിലായിരിക്കും വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം കൗണ്ടർ ലൂപ്പിംഗ് വേരിയബിൾ ആയിട്ട് ഈ മാക്രോ ടൈം വേരിയബിൾ ആയിരിക്കും യൂസ് ചെയ്യുക കേട്ടോ. ഇവിടെ ലിസ്റ്റ് ഇൻഡെക്സ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. എന്റെ സ്റ്റേറ്റ്മെന്റ്സ് എൻഡ് ചെയ്യുന്ന NW. മാക്രോ പ്രൊസസർ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫോൾസ് ആണ്, സ്കിപ്പ് ചെയ്ത് അടുത്തതിലോട്ട് പോകും. വൈലിന്റെ വർക്കിംഗ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നു കേട്ടോ. ഇത്രയാണ് നമ്മുടെ ഏതിന്റെ അണ്ടറിൽ വരുന്നത് കണ്ടീഷണൽ മാക്രോ എക്സ്പാൻഷൻ. അപ്പൊ ഇഫിന്റെ അകത്ത് കണ്ടീഷൻ വരാം, വൈലിന്റെ അകത്തും കണ്ടീഷൻ വരാം കേട്ടോ. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് കീവേഡ് മാക്രോ പാരാമീറ്റേഴ്സ്. നമ്മള് പാരാമീറ്റേഴ്സ് മെൻഷൻ ചെയ്യുക ഇതുപോലല്ലേ. XX എന്ന് പറഞ്ഞാൽ മാക്രോ നെയിം, അത് കഴിഞ്ഞ് മാക്രോ കീവേഡ്, അത് കഴിഞ്ഞ് പാരാമീറ്റേഴ്സ് നമ്മൾ ഇങ്ങനല്ലേ പറയാ, കോമ ഇട്ടിട്ട്. ഇനി നമുക്ക് ഒത്തിരി ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഇതുപോലെ കോമ ഇട്ട് പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പൊ അതിനനുസരിച്ച് മാക്രോ കോളിലും ആ കറസ്പോണ്ടിങ് പാരാമീറ്റേഴ്സിനനുസരിച്ച് വാല്യൂസും കാണണ്ടേ. നമുക്ക് ഒത്തിരി പാരാമീറ്റേഴ്സും ഉണ്ട്, ഒത്തിരി വാല്യൂസ് മെൻഷൻ ചെയ്യേണ്ടത്. ചിലപ്പോ എല്ലാ പാരാമീറ്റേഴ്സും യൂസ് ചെയ്യണം എന്നുണ്ടോ നമ്മുടെ ഡെഫിനിഷന്റെ അകത്ത്? അപ്പം നമ്മൾ ഓരോ കോളിലും ചിലപ്പം ചിലതായിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് അനാവശ്യമായിട്ടുള്ള യൂസ് ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കാനായിട്ട് കോമ ഇട്ട് കൊടുക്കാം. അതിന് ഇവിടെ പറയുന്നത് ചിലതിന് ഡീഫോൾട്ട് വാല്യൂ ഉണ്ടാവും, അങ്ങനെയുള്ളത് മോസ്റ്റ് ഓഫ് ദി പാരാമീറ്റേഴ്സ്. അപ്പൊ ചിലത് നമുക്ക് കോളിൽ ആവശ്യമുള്ളെങ്കിൽ അത് ജസ്റ്റ് കോമ ഇട്ട് പറയുക. കണ്ടോ? കണ്ടോ? ആവശ്യമില്ലാത്തതിനെല്ലാം നമ്മൾ കോമ ഇട്ട്, പക്ഷെ കറക്റ്റ് നമ്പർ ടാലി ആവണം. കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആവശ്യമുള്ള 820 അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ബാക്കി കോമ ഇട്ടു. P1 P2 ഞാൻ ഉദ്ദേശിക്കുന്നത് P1 P2 കഴിഞ്ഞ് അതിന്റെ ഇടയിലുള്ള ഒന്നും എനിക്ക് വേണ്ട. പിന്നെ ആവശ്യമുള്ളത് P20. അപ്പം ഓരോ പാരാമീറ്ററിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നൾ ആർഗ്യുമെന്റ്സിനെ ഡിനോട്ട് ചെയ്യാൻ 2
ആരോ ഇടണം. ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 5 4 ഓരോ കുത്തിനും അനുസരിച്ച് അത് വേണം. നൾ ആർഗ്യുമെന്റ്സ് കൊടുക്കുക. A3ക്ക് 2 എണ്ണം, A4 2 എണ്ണം, അങ്ങനെ അല്ലേ? അങ്ങനെ നല്ല ആർഗ്യുമെന്റ്സ് ഉള്ളതിന് 2 എണ്ണം വെച്ച് കൊടുക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് ചില ആർഗ്യുമെന്റ്സിന് നമ്മൾ കോൾ ചെയ്യാൻ നേരത്ത് തന്നെ ചില ഡീഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ P1 = A1, P2 = A2. ആർഗ്യുമെന്റ്സിന്റെ ഓർഡർ നോക്കാതെ ഇങ്ങനെ കൊടുക്കാം. കണ്ടോ? സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഇതിന് പ്രത്യേകിച്ച് ഓർഡർ ഇല്ല. കണ്ടോ? ഇടയ്ക്കത്തെ അനാവശ്യമായിട്ട് ഉപയോഗിക്കാത്തൊന്നും ഇടയ്ക്ക് ചേർത്തിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ ആ പൊസിഷണൽ പാരാമീറ്റർ, ഇവിടെ പാരാമീറ്റർ നെയിം ഉണ്ടല്ലോ, അത് എടുത്ത് എഴുതുക. അതിന്റെ വാല്യൂ എന്താന്ന് അസൈൻ ചെയ്യുക. അതാകുമ്പോ ഇച്ചിരി കൂടി ഈസിയർ അല്ലേ, വായിക്കാനൊക്കെ എളുപ്പമല്ലേ, മനസ്സിലാവത്തില്ലേ? അതാണ് കീവേഡ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് ഇതാണ്. നേരത്തെ യൂസ് ചെയ്തിരുന്ന ഇതാണ്. ഇതിനെ ഒന്ന് ഇച്ചിരി റീഡബിൾ ഫോർമാറ്റിലാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യും. റീഡബിലിറ്റി കൂടുമല്ലേ? ഇതാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. എല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓരോ പൊസിഷന്റെ അനുസരിച്ച് കറസ്പോണ്ടിങ് പാരാമീറ്റേഴ്സ് മെൻഷൻ ചെയ്തിരിക്കാന്ന് കേട്ടോ. ഇതാണ് കീവേഡ് മാക്രോ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. കണ്ടോ? Parameters with default value. Default value ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഈക്വൽ ഇട്ട് വരയ്ക്കുക, അത്രേ ഉള്ളൂ. ഇതായിപ്പം യൂസ് ചെയ്യുന്നത് കേട്ടോ. ഒരു ഫീച്ചറാണ് മാക്രോ പ്രൊസസർ മെഷീൻ ഇൻഡിപെൻഡന്റ് ഫീച്ചേഴ്സ്. അങ്ങനെ 4 ഫീച്ചേഴ്സ് ആണ് നമ്മളിപ്പോ കണ്ടത്. ക്ലിയർ ആയല്ലോ അല്ലേ? കണ്ടീഷണല്, യുണീക് ലേബിൾസ്, പിന്നെ കോൺകാറ്റിനേഷൻ ഓഫ് മാക്രോ പാരാമീറ്റേഴ്സ്. ഒറ്റ പാരാമീറ്റർ പറഞ്ഞിട്ട് അതിനെ കോൺകാറ്റിനേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചോദിക്കാറുള്ള കേട്ടോ. ഓരോന്നും എന്താണ്, അതിന്റെ വ്യത്യാസം എന്താന്ന് ചോദിക്കും. ഞാനിപ്പോ പറഞ്ഞ രീതി പഠിച്ചാൽ മതി. ഈ പറഞ്ഞ അത് മൊത്തം ഒന്നും വായിക്കണ്ട, ആവശ്യമുള്ളത് മാത്രം എഴുതിയാൽ മതി. ഇതിന്റെ അകത്ത് ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി മാക്രോ പ്രൊസസർ ഡിസൈൻ ഓപ്ഷൻസ്. ഇതിന് മുന്നേ നെസ്റ്റഡ് മാക്രോസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇതിൽ പോസിബിൾ ആണ്. അതെന്താന്ന് ഞാനിപ്പോ പറയാം. ഇത് കണ്ടോ? നെസ്റ്റിംഗ് എന്താന്ന് അറിയത്തില്ലേ? നെസ്റ്റഡ് ഫോർ ലൂപ്പ് ഒക്കെ. അപ്പൊ ഇവിടെ SIC ബാർ XC ഉണ്ടല്ലോ, കണ്ടോ? ഇവിടെ നമ്മള് ഒരു മാക്രോയ്ക്കകത്ത് ഒന്നിൽ കൂടുതൽ മാക്രോ ഡെഫിനിഷൻസ് വരുന്നുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഫസ്റ്റ് മാക്രോ എന്ന് പറയുന്നതാണ് മാക്രോ ഡിഫൈനിങ് അനദർ മാക്രോ. ഒരു മാക്രോയ്ക്കകത്ത് വേറെ 2 മാക്രോ ഡെഫിനിഷൻസ് ഉണ്ടെങ്കിൽ SICക്കകത്ത് നമ്മള് മാക്രോസ് എന്ന് പറയും.
SIC/XCL മാക്രോക്സ് കേട്ടോ. ഇവിടെ മാക്രോ ഡെഫിനിഷൻ വരുന്ന കണ്ടോ, RDBuf എന്ന് പറയുന്ന ലേബല് അത് മാക്രോയാന്ന് പറയുന്നു MN. വേറൊരു മാക്രോയുടെ ലേബലാണ് WR. ഇതിന്റെ അകത്ത് ഈ മാക്രോയ്ക്ക് അകത്താണ് ഈ രണ്ട് ഡെഫിനിഷൻസും വന്നിരിക്കുന്നത് കണ്ടോ. ആ മാക്രോയുടെ ലേബലിന്റെ പേരാണ് മാക്രോക്സ് കണ്ടോ. ആ അതെ കണ്ടോ, ഇതാണ് നെസ്റ്റഡ് മാക്രോ SIC/XCL. ഇനി ഇവിടെ നമ്മൾ മാക്രോസ് എന്നാണ് SIC, ഇത് തിരിഞ്ഞു പോയതാണ്, സ്പെല്ലിങ് തെറ്റിയിട്ടുണ്ട് കേട്ടോ. മാക്രോ എന്നാണ് കേട്ടോ, ഇത് മാക്രോ എന്നാണ്. മാക്രോസ് എന്നാണ് നമ്മള് SIC മെഷീനിന് വിളിക്കുക കേട്ടോ. ഇങ്ങനെ നെസ്റ്റഡ് മാക്രോ ഉണ്ട്. ആ നെസ്റ്റഡ് മാക്രോ വരുമ്പോഴത്തേന് നമുക്ക് എന്താന്ന് പറഞ്ഞതേ ഉള്ളൂ. അവിടെ നമുക്ക് മാക്രോ പ്രൊസസർ ഡിസൈൻ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ രീതിയിലുള്ള ഡിസൈനുകളുണ്ട് മാക്രോ പ്രൊസസറിൽ. അതിലൊന്ന് വരുന്നതാണ് റിക്കർസീവ് മാക്രോ എക്സ്പാൻഷൻ. നമ്മള് ഒരു മാക്രോ ഇൻസ്ട്രക്ഷന്റെ അകത്ത് വേറൊരു ഡെഫിനിഷൻ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇതിന്റെ അകത്ത് റിക്കർസീവ് മാക്രോ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാല് ഇതൊരു മാക്രോ ഡെഫിനിഷൻ കണ്ടോ, ഇതൊരു സ്റ്റേറ്റ്മെന്റ് തന്നെ മാക്രോ ഡെഫിനിഷൻ ആണല്ലോ. ഇനി ഇതിന്റെ അകത്ത് മാക്രോ ഡെഫിനിഷൻ വരുന്നെന്ന് മനസ്സിലായി. അപ്പൊ അതിലെ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടോ, ClearX, ClearA, ClearRest ഒക്കെ ഓരോ ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് കഴിഞ്ഞ് അടുത്ത ഒരു ലൂപ്പ് വേരിയബിൾ വന്നു, അത് ഇങ്ങനെ വന്ന് ഇനി വേറൊരു മാക്രോ കണ്ടോ, RDChar എന്ന് പറഞ്ഞ, അതിന്റെ ഡെഫിനിഷൻ തീർന്നത് കണ്ടോ. ഇനി ഈ പറയുന്ന ഇതൊരു മാക്രോയാണ്, RDCharനെ മാക്രോ നെയിം ആണ്. അതിന്റെ ഡെഫിനിഷൻ ഇവിടെ കിടപ്പുണ്ട്, അത് അവിടെ കിടക്കട്ടെ. ഇനി RDBuf എന്ന് പറയുന്ന മാക്രോ അല്ലേ, അതിന്റെ അകത്ത് ഈ മാക്രോ കോൾ വന്നോ. അതാണ് റിക്കർസീവ് മാക്രോ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. മാക്രോ കോള് ഒരു മാക്രോ ഡെഫിനിഷന്റെ അകത്ത് വരുന്നു, അപ്പൊ അത് എക്സ്പാൻഡ് ചെയ്യുന്നു. അതാണ് റിക്കർസീവ് മാക്രോ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നേരത്തെ പഠിച്ച മാക്രോ പ്രൊസസർ ഡിസൈൻ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല, അതൊക്കെ പുതിയത്. പിന്നെ അത് വേറെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ഇതില്. റിക്കർസീവ് മാക്രോ എക്സ്പാൻഷൻ പോസിബിൾ ആണെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അത് അത്രയും പഠിച്ചാൽ മതി, അത്രയും മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി അടുത്ത ടൈപ്പ് ഡിസൈൻ ആണ് ജനറൽ പർപ്പസ് മാക്രോ പ്രൊസസേഴ്സ് എന്ന് പറയും. ജനറൽ പർപ്പസ് എന്ന് പറഞ്ഞാല് ഈ മാക്രോ പ്രൊസസർ ഒരു പർട്ടിക്കുലർ, നമുക്ക് സിയില് മാക്രോ പ്രൊസസർ ഉണ്ടെന്ന് അറിയത്തില്ലേ, പ്രീ പ്രൊസസർ ഡയറക്റ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞ ഹാഷ് ഡിഫൈൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ. അപ്പം ഓരോ ലാംഗ്വേജിലും സെപ്പറേറ്റ് മാക്രോ പ്രൊസസർ ഉണ്ട്. അപ്പം നമ്മളിപ്പോ പഠിക്കുന്നത് മാക്രോ പ്രൊസസറിന്റെ പലതരത്തിലുള്ള ഡിസൈൻ ഓപ്ഷൻസ് ആണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഡിസൈൻ ഓപ്ഷനിൽ നമ്മൾ റിക്കർസീവ് മാക്രോ എക്സ്പാൻഷൻ വരുന്നെന്ന് പറഞ്ഞു. അതായത് അതിൻ്റെ അകത്ത് ഒരു മാക്രോ ഡെഫിനിഷന്റെ അകത്ത് വേറൊരു മാക്രോ കോള് വരുമ്പോൾ അവിടെ ഒരു മാക്രോ എക്സ്പാൻഷൻ വരുന്നു. അതാണ് ഫസ്റ്റ് ഡിസൈൻ. സെക്കൻഡ് ഡിസൈൻ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ജനറൽ ആയിട്ട് ഒരു മാക്രോ പ്രൊസസർ ഡിസൈൻ ചെയ്യുന്നു, വിച്ച് വിൽ ബി സ്യൂട്ടബിൾ ഫോർ എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്.
അതാണ് ജനറൽ പർപ്പസ്. എല്ലാവർക്കും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും വർക്ക് ചെയ്യാവുന്ന ഒരു മാക്രോ പ്രൊസസർ ഡിസൈൻ ചെയ്യും. അതാണ് ഈ ജനറൽ പർപ്പസ്. അതായത് it does not depend on any programming language. It can be used with a variety of different languages എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അപ്പം ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ലാംഗ്വേജിനെയും ചില ലാംഗ്വേജുകൾക്ക് സ്വന്തമായിട്ട് മാക്രോ പ്രൊസസർ ഉണ്ട്. അപ്പം നമുക്ക് ആ ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ നേരത്തെ ആ മാക്രോ ലാംഗ്വേജസും അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെ അറിയേണ്ട കാര്യമില്ല. ഈ ജനറൽ പർപ്പസ് ആയിട്ടുള്ള ഒരെണ്ണം എല്ലാ പ്രോഗ്രാമിംഗിനും ലാംഗ്വേജിനും പറ്റിയ ഒരു ഡിസൈൻ നമ്മൾ സെറ്റ് ചെയ്യില്ല. അതുപോലെ അപ്പം ഇതിന്റെ ഡെവലപ്മെന്റ് കോസ്റ്റ് ഗ്രേറ്റർ ആണേലും അഡ്വാൻറ്റേജ് നോക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കോസ്റ്റുകളൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഈ ജനറൽ പർപ്പസ് മാക്രോ പ്രൊസസറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ നമ്മൾ ഈ പറയുന്ന ജനറൽ ഡിസൈൻ ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ കുറെ ഫീച്ചേഴ്സും ഇതുമായിട്ട് മാച്ച് ചെയ്യാതെ വരാം. ചിലപ്പം അതിലെ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും എക്സ്പ്രഷൻ ഗ്രൂപ്പ് ചെയ്യുന്ന വിധം സെപ്പറേറ്റ്ലി ആയിരിക്കും. ഇനി ടോക്കൺസ്, കോൺസ്റ്റൻസ്, ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് ഓരോ ലാംഗ്വേജിലും വ്യത്യാസപ്പെടാം. ഈ മാക്രോ പ്രൊസസർ ജനറൽ പർപ്പസ് ഉപയോഗിക്കുമ്പം അത് ഡിഫറെന്റ് ലാംഗ്വേജിലും ഓരോ രീതിയിൽ മെൻഷൻ ചെയ്യുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഇപ്പൊ ഇന്ന ലാംഗ്വേജിൽ ഈ രീതിയിൽ റെപ്രസെന്റേഷൻ ഉണ്ട്, മറ്റേടത്ത് എങ്ങനെ ഈ പ്രൊസസർ ഡിസൈൻ അപ്ലൈ ചെയ്യാന്നുള്ള ഒരു വ്യത്യാസം വരും. അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതാണ് സെക്കൻഡ് ഡിസൈൻ ഓപ്ഷൻ. തേർഡ് ഡിസൈൻ ഓപ്ഷൻ എന്ന് പറയുന്നതാണ് നമ്മള് മാക്രോ പ്രോസസ്സിംഗ് വിത്ത് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ്. നമ്മള് സിയിൽ എങ്ങനെയായിരുന്നു? സിയില് നമ്മള് ഹാഷ് ഡിഫൈൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രീ പ്രൊസസർ ഡയറക്ടീവ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഹാഷ് ഡിഫൈൻ 3.14 എന്നുമല്ല നമ്മള് വോയിഡ് മെയിനിന് മുമ്പായിട്ട് പറയാണ്. എന്നിട്ട് വോയിഡ് മെയിനിന്റെ അകത്തെ ആക്ച്വൽ സി കോഡിന്റെ അകത്ത് മെയിൻ ഫംഗ്ഷന്റെ അകത്ത് നമ്മൾ ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻ എഴുതിക്കുമ്പോൾ അതിന്റെ അകത്ത് നമ്മൾ ഈ പറയുന്ന വേരിയബിൾ പൈ എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്നത് കമ്പൈലർ ആയിട്ടോ അസംബ്ലറോ ആയിട്ടോ നമ്മളിത് സിയിലൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന ലാംഗ്വേജിനെ ഹാഷ് ഡിഫൈൻ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രീ പ്രോസസ് ചെയ്യും. പ്രീ പ്രോസസ് ചെയ്യാൻ നേരത്ത് നടക്കുന്നത് എന്താന്ന് വെച്ചാൽ പൈ എന്ന് പറയുന്ന ഹാഷ് ഡിഫൈൻ സ്റ്റേറ്റ്മെന്റ് കൂടെ ഡിഫൈൻ ചെയ്ത് പൈ എന്ന് പറയുന്ന വേർഡ് എവിടെയും നമ്മൾ പ്രോഗ്രാമിന്റെ അവിടെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് 3.14. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്ത് കിട്ടുന്ന ലാംഗ്വേജിനാണ് നമ്മൾ പിന്നെ കമ്പൈലറിലോട്ട് കടത്തി വിടുക. എന്നിട്ടായിരിക്കും നമുക്ക് അതിന്റെ ഒബ്ജക്ട് കോഡിലോട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടുക. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഹലോ, നമ്മുടെ പ്രീ പ്രോസസർ ഡയറക്ടറീസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയത്തില്ലേ സിയിലൊക്കെ? അത് അങ്ങനെയുള്ള ഡയറക്ടറീസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ളത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ്പാൻഡഡ് വേർഷൻ ആയിരിക്കും കമ്പൈലറിന്റെ ഇൻപുട്ട് ആയിട്ട് പോവുക. റൂൾ ഇവിടെ ഇവിടെ പറയുന്നുള്ളൂ. ഈ മാക്രോ പ്രോസസർ പ്രീ പ്രോസസർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് എക്സ്ട്രാ പാസ് ഒഴിവാക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഒരു ഇന്റഗ്രേറ്റഡ് മാക്രോ പ്രോസസർ ഉണ്ട്, അതിനെ കുറിച്ച് പിന്നെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിൽ അത്ര വൃത്തിയായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, അതിനെ കുറിച്ച് പിന്നെ പറഞ്ഞുതരാം.
ഇന്നത്തെ ക്ലാസ് ഇതുപോലെ. മതി മിസ്സേ. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാവേ. ഓക്കെ മിസ്സേ. താങ്ക് യു മിസ്സേ. താങ്ക് യു മിസ്സേ.